ഇതുപോലൊരു തൈര് ചട്നി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. വീണ്ടും വീണ്ടും നമ്മൾ ചോറ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ തൈര് ചട്നിക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ തൈര് ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് നല്ല പുളിപ്പുള്ള കട്ടി തൈര് 1.5 കപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1.5 കപ്പ് പുളിപ്പുള്ള നല്ല കട്ടി തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണേ. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഈ കറിക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് പൊട്ടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ ഉള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സവാളയുടെ ആ പച്ച കിരീടിപ്പ് നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. അതനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പഴുത്ത ടൊമാറ്റോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രഹസ്യ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് കേട്ടോ. ഇതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റും മണവും ഉണ്ടാക്കുന്നത്. വേറൊന്നുമല്ല, 1/2 ടീസ്പൂൺ കായപ്പൊടിയാണേ. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മുടെ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എൻ്റെ പൊന്നോ, ഒരു രക്ഷയുമില്ലാത്ത ഒരു കറിയാണ് കേട്ടോ. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി. നമുക്ക് ചോറ് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. വീണ്ടും വീണ്ടും നമ്മൾ ചോറ് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. നല്ലൊരു സാമ്പാറും സൈഡ് ഡിഷായിട്ട് ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഉച്ചയൂണ് കുശാലാക്കാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എത്ര ചോറ് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ യൂട്യൂബിൽ 70 ലക്ഷം ആൾക്കാർ കണ്ട് വൈറലായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ വെറും വാക്കല്ല എന്ന് മനസ്സിലായി. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വെറും 5 മിനിറ്റേ വേണ്ടൂ. നമുക്കിത് ചോറ് ടേബിൾ കൊണ്ട് വെക്കുന്ന സമയത്ത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട്